ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോർമലി ഫിസിയോതെറാപ്പി സ്റ്റുഡൻസിന് ആനുവൽ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ദ സിന്തസിസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ആൻഡ് റൈറ്റ് എ നോട്ട് ഓൺ ക്രെറ്റിനിസം. ഇതിൽ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ബേസിക്കലി എങ്ങനെയാണ് തൈറോയ്ഡ് ഹോർമോൺ സിന്തസൈസ് ചെയ്യപ്പെടുന്നത്, ആൻഡ് എന്താണ് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ്, ആൻഡ് എന്താണ് നമ്മുടെ ക്രെറ്റിനിസത്തിനെ പറ്റിയിട്ടൊരു നോട്ടും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എങ്ങനെയാണ് തൈറോയ്ഡ് ഹോർമോൺ സിന്തസൈസ് ചെയ്യപ്പെടുന്നത് എന്നാണ്. രണ്ട് ഫോർമാറ്റിലാണ് തൈറോയ്ഡ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്, T4 ആൻഡ് T3. T4 എന്ന് പറയുന്നത് തൈറോക്സിനും T3 എന്ന് പറയുന്നത് ട്രൈ അയഡോ തൈറോനൈനുമാണ്. ആൻഡ് ഈ രണ്ട് ഹോർമോണിൻ്റെയും കൂട്ടത്തിൽ T3 ആണ് കുറച്ചും കൂടെ ബയോളജിക്കലി ആക്റ്റീവായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. ഇനി നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തൈറോഗ്ലോബുലിൻ ഫോർമേഷനാണ്. ഈ തൈറോഗ്ലോബുലിൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നത് തൈറോയിഡ് ഫോളിക്കുലാർ സെൽസിൽ നിന്നാണ്. ഇത് ബേസിക്കലി സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് കൊളോയിഡ്സിലേക്കാണ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയഡൈഡ് ട്രാപ്പിംഗ് ആണ്. ഈ അയഡൈഡ് ആക്റ്റീവ്ലി ടേക്കൺ അപ്പ് ടു ബ്ലഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം. ഇങ്ങനെയാണ് അയഡൈഡ് ട്രാപ്പിംഗ് നടക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് അയഡൈഡാണ്, അതായത് അയഡൈഡിൻ്റെ ഓക്സിഡേഷൻ. ഈ അയഡൈഡ് ആക്റ്റീവായിട്ടുള്ള അയഡിൻ എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് ഓക്സിഡൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് തൈറോയിഡ് പെറോക്സൈഡ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗാനിഫിക്കേഷൻ ആണ്. ഈ അയഡിന് തൈറോസിനുമായിട്ട് ബൈൻഡ് ചെയ്യും ആൻഡ് റെഡ്യൂസസ് ടു തൈറോഗ്ലോബുലിൻ. ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഓർഗാനിഫിക്കേഷൻസ് ഉണ്ട്. വൺ അയഡിൻ എന്ന് പറയുന്നത് MIT, അതായത് മോണോ അയഡോ തൈറോസിനും. 2 അയഡിൻസ് എന്ന് പറയുന്നത് DIT, ഡൈ അയഡോ തൈറോസിനുമാണ്. ആൻഡ് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കപ്ലിംഗ് ആണ്. രണ്ട് ടൈപ്പ് ഓഫ് കപ്ലിങ്സ് ആണ് നടക്കുന്നത്. ഫസ്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത് MIT പ്ലസ് DIT ആണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് T3 ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് TIT ആൻഡ് DIT ഇത് രണ്ടും കൂടി ചേർന്നിട്ട് T4 ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇത് നടക്കുന്നത് തൈറോയിഡ് പെറോക്സൈഡിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറേജ് ആണ്. ഈ T3യും T4ഉം തൈറോഗ്ലോബിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കൊളോയിഡിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റിലീസ്. TSH, അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതിൻ്റെ സ്റ്റിമുലേഷൻ കാരണം തൈറോഗ്ലോബുലിൻ ഫോളിക്കുലാർ സെൽസിലേക്ക് ടേക്കപ്പ് ചെയ്യപ്പെടുകയും അവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഈ T3യും T4ഉം ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടും. ആൻഡ് നമുക്കിവിടെ ഫ്ലോ ചാർട്ട് കൊടുക്കാം. അതിൽ എല്ലാ സ്റ്റെപ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു പ്രസൻറ്റബിൾ ഫോർമാറ്റിലായിരിക്കും. അയഡിൻ ട്രാപ്പിംഗ്, ഓക്സിഡേഷൻ, ഓർഗാനിഫിക്കേഷൻ, കപ്ലിംഗ്, സ്റ്റോറേജ് ആൻഡ് റിലീസ് ഓഫ് T3 ആൻഡ് T4. നെക്സ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഫങ്ഷൻസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ് ആണ്. മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം. ആദ്യം ഇതെന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ബേസൽ മെറ്റബോളിക് റേറ്റ്, അതായത് BMR, നമ്മുടെ ബോഡീൻ്റെ മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു തൈറോയ്ഡ് ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ കൺസപ്ഷനെയും ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എനർജി നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത് മെറ്റബോളിസം വഴിയാണ്. അത് പെർട്ടിക്കുലർലി ഒരുപാട് ടൈപ്പ് ഓഫ് മെറ്റബോളിസം ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഉണ്ട്, ഫാറ്റ് മെറ്റബോളിസം ഉണ്ട്, പ്രോട്ടീൻ മെറ്റബോളിസം ഉണ്ട്. ഈ എല്ലാ മെറ്റബോളിസത്തെയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തൈറോയ്ഡ് ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നത്. സോ തൈറോയ്ഡ് ഹോർമോണിൻ്റെ എമൗണ്ട് കുറയുന്നതിനനുസരിച്ച് ബോഡീൻ്റെ മെറ്റബോളിസം റേറ്റും കുറയും. ആൻഡ് നമ്മുടെ ബോഡീൻ്റെ നോർമൽ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ഈ ഒരു തൈറോയ്ഡ് ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും കുറയാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഇത് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ഫീറ്റൽ കണ്ടീഷനിലുള്ള അല്ലെങ്കിൽ ഇൻഫൻസിയിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടൈം പീരീഡിൽ ഈ ഒരു തൈറോയ്ഡ് ഹോർമോണിൻ്റെ എമൗണ്ട് കുറയുന്നത് മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ വരാൻ ചാൻസസ് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസാണ്.
ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റും കാർഡിയാക് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിൽ കാറ്റക്കൊളമൈൻസിൻ്റെ ആക്ഷൻസിനെ എൻഹാൻസ് ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ബോഡിയിലെ ഹീറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ തൈറോയ്ഡ് ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ നോർമൽ ഫങ്ഷൻസ് പ്രൊമോട്ട് ചെയ്യാനും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മോട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൈജഷൻ കുറച്ചും കൂടെ പ്രോപ്പറാക്കാനും ഇൻക്രീസ് ചെയ്യാനും ഇതെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. നോർമൽ റീപ്രൊഡക്ഷൻ ഫങ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാനും റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെൻറ്റ്സിന് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഒരു ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ക്രെറ്റിനിസം. ഏർലി ചൈൽഡ്ഹുഡിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഫീറ്റൽ കണ്ടീഷനിലോ വരുന്ന തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഒരു കണ്ടീഷനാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. ഇതിൽ മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ബോഡിയുടെ മെൻ്റൽ റിട്ടാർഡേഷനും അതേമാതിരി ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റിലുള്ള ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കുറയുന്ന കണ്ടീഷൻസാണ്. നമുക്കിതിനെ കൺജനൈറ്റൽ തൈറോയിഡിസം എന്നുകൂടെ പറയാം. പെർട്ടിക്കുലർലി ബർത്ത് മുതൽ തൈറോയ്ഡ് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കോസസ് എന്ന് മെൻഷൻ ചെയ്യാം. ഇതിൻ്റെ മെയിൻ ഒരു കോസാണ് അൺഡെവലപ്ഡ് ആയിട്ടുള്ള തൈറോയ്ഡ് ഗ്ലാൻഡ്സ്. ഇതുകൊണ്ട് എന്തായിരിക്കും, തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇല്ലാണ്ടിരിക്കാനോ ചാൻസസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ സിന്തസിസിലുള്ള ഡിഫക്റ്റ്. മെയിൻലി തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് അയഡിൻ. ഈ അയഡിൻ്റെ ഡെഫിഷ്യൻസിയും തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യാൻ ചാൻസസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഫീറ്റൽ തൈറോയ്ഡ് ഫങ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റേണൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ സർട്ടൈൻ ഡ്രഗ്സോ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സിവിയർ ആയിട്ടുള്ള മെൻ്റൽ റിട്ടാർഡേഷനാണ്. അതേപോലെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഈ നമ്മൾ അൺട്രീറ്റഡ് ആയിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷനായിരിക്കും മെയിൻലി നമുക്ക് കാണാൻ പറ്റുക. ദെൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഗ്രോത്ത് റിട്ടാർഡേഷനാണ്, അതായത് ഗ്രോത്ത് പ്രോപ്പറായിട്ട് നടക്കാത്തൊരു കണ്ടീഷൻ. അതുപോലെ തന്നെ നമ്മുടെ സ്കെൽറ്റൽ മെച്ചുറേഷൻ ഡിലേഡ് ആയിരിക്കും, ടീത്ത്സിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഡിലേഡ് ആയിരിക്കും. അതുപോലെ ഫേഷ്യൽ ഫീച്ചേഴ്സ് കോസ് ആയിരിക്കും. ലാർജ് ടങ്ക് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ കാണാൻ പറ്റും. ലാർജ് ടങ് അതർവൈസ് മാക്രോഗ്ലോസിയ. ദെൻ അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കര തിക്കായിരിക്കും, ഡ്രൈ ആയിരിക്കും. ദെൻ നമ്മുടെ മസിൽ ടോണൊക്കെ കുറച്ചും കൂടെ പുവറായിരിക്കും. പിന്നീട് നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ കുറച്ചും കൂടെ ഡിലേഡ് ആയിരിക്കും. പിന്നെ ഈ ഒരു കണ്ടീഷനിൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള നിയോനാറ്റൽ ജോണ്ടിസും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിതിൽ മെൻഷൻ ചെയ്യേണ്ടത് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ന്യൂ ബോൺസിൻ്റെ സ്ക്രീനിങ്ങിലൂടെ കോൺജനൈറ്റൽ ആയിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസം നമുക്ക് ഏർലി എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലിവോ തൈറോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഏർലി സ്റ്റേജിൽ പ്രോബ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡാമേജസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഓവറോൾ ഈ തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് ബോഡീൻ്റെ ഡെവലപ്മെൻറ്റ്സിനെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിനെയും ഗ്രോത്തിനെയും എല്ലാം നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ഓൺ ചെയ്യേണ്ടത് ആൻസറിൽ.